Dear students, today we are going to discuss our sixth chapter, Communicating Value or Marketing Communication. The first topic is Integrated Marketing Communication. A company's product may be superb, it may be attractively packaged, it may have reasonable price, etc. etc. But people will not buy the product if they have never heard of it. People must know the availability of the product and its features, price, etc. ഒരു പ്രോഡക്റ്റ് വളരെ നല്ല പ്രോഡക്റ്റ് ആയിരിക്കും, അത് അട്രാക്റ്റീവ്ലി പാക്ക് ചെയ്തതായിരിക്കാം, അതിൻ്റെ പ്രൈസ് റീസണബിൾ പ്രൈസ് ആയിരിക്കാം, കസ്റ്റമറിൻ്റെ നീഡും അവരുടെ ഡിസയറൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷേ ആ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങുന്നില്ല, കാരണം ആ പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമർക്ക് അറിയില്ല. അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയോ അതിൻ്റെ ഫീച്ചേഴ്സോ പ്രൈസോ അതൊന്നും കസ്റ്റമർക്ക് അറിയില്ല. സോ ദ മാർക്കറ്റർ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് പ്രോഡക്റ്റ്, ഇറ്റ് ഫീച്ചേഴ്സ് എക്സെട്ര ടു ദ റൈറ്റ് ടാർഗറ്റ് കസ്റ്റമർ ബൈ ഫോർമുലേറ്റിംഗ് റൈറ്റ് മെസ്സേജ് ഇൻ ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദി കസ്റ്റമർ. അപ്പോൾ മാർക്കറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു മനസ്സിലാവുന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് റൈറ്റ് മെസ്സേജ് ടാർഗറ്റ് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം, കൺവേ ചെയ്യണം. ദെൻ ദിസ് റോൾ ഈസ് പ്ലേഡ് ബൈ പ്രൊമോഷൻ. അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള റോള് പ്ലേ ചെയ്യുന്നത് ആരാണ്? പ്രൊമോഷനാണ്. ദിസ് ഈസ് ദ ഫോർത്ത് പി ഓഫ് മാർക്കറ്റിംഗ്, അല്ലേ? മാർക്കറ്റിങ്ങിൻ്റെ 4 P ഏതൊക്കെയാണ്? 4 P. ഫസ്റ്റ് പ്രൈസ്, പ്രോഡക്റ്റ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അപ്പോൾ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ, അതിൽ ലാസ്റ്റ് P ആണ് ഏതെന്ന് പറയുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊമോഷന് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നൗ ഇറ്റ് ഈസ് വൈഡ്ലി നോൺ ആസ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ അതിന് പറയുന്ന പേരാണ്, അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് തന്നെ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന്. എന്തുകൊണ്ടാണ് അതിനെ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലിയർ ഇറ്റ് വാസ് ഓൺലി നോൺ ആസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്. This was because the media vehicle were few and doing promotion was very simple. പണ്ട് കാലത്ത് ഈ പറയുന്ന മീഡിയ, നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ടായിരുന്നു അന്നൊക്കെ നടത്തിയിരുന്നത്, പ്രൊമോഷൻ, പ്രോഡക്റ്റ് പ്രൊമോഷൻ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് മീഡിയാസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനീസ് അറ്റ് പ്രസൻറ്റ് എ കമ്പനി നീഡ്സ് ടു ഇൻറ്റഗ്രേറ്റ് ഓൾ ദി മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ ദി മീഡിയ ടു ഗെറ്റ് മാക്സിമം റീച്ച് ടു ദി ടാർഗറ്റ് ഓഡിയൻസ് വിത്ത് മിനിമം റിസോഴ്സസ്. ഈ പറയുന്ന എല്ലാ മീഡിയയും ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് നടത്തുന്നത്, ഈ പ്രൊമോഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. എല്ലാ മീഡിയയും വളരെ നന്നായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ് ആൻഡ് ഡെലിവറിങ് കൺസിസ്റ്റൻറ്റ് മെസ്സേജ് ടു ദി ഐഡൻറ്റിഫൈഡ് ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസിന് അല്ലെങ്കിൽ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് മെസ്സേജ്, പ്രോഡക്റ്റ് റിലേറ്റഡ് മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാൽ ഡെലിവർ ചെയ്യുകയും അത് പ്ലാൻ ചെയ്ത് ഡെലിവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ മെയിൻ കൺസേൺ ഓർ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് IMC ഈസ് ദ ടൂൾ മസ്റ്റ് ഡെലിവർ എ കൺസിസ്റ്റൻറ്റ് മെസ്സേജ് ടു ദി ടാർഗറ്റഡ് ഓഡിയൻസ്. ടാർഗറ്റഡ് ഓഡിയൻസിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഡെലിവർ ചെയ്യുക അബൌട്ട് ദി പ്രോഡക്റ്റ്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ സിസ്റ്റം ബൈ വിച്ച് മാർക്കറ്റേഴ്സ് കോർഡിനേറ്റ് ദെയർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ടു ഡെലിവർ എ ക്ലിയർ, consistent, credible and a competitive message about the organization and its products. എന്താണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിസ്റ്റം
ബൈ വിച്ച് ആ സിസ്റ്റം മാർക്കറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് വെച്ചുകൊണ്ട് മാർക്കറ്റർ കോർഡിനേറ്റ് ചെയ്യുന്നു. എന്തിനെ കോർഡിനേറ്റ് ചെയ്യുന്നു? അവരുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൂൾ കോർഡിനേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ക്ലിയർ ആയിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ക്രെഡിബിൾ ആൻഡ് കോമ്പറ്റീറ്റീവ് മെസ്സേജസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഓർഗനൈസേഷനെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ആ ഒരു മെസ്സേജ് മാർക്കറ്റിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡെലിവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ആ സിസ്റ്റത്തെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Then integrated marketing communication is a strategy in which different communication tools like advertising, public relations, sales promotion, direct marketing and personal selling work together to maximize the communication impact on target consumers. അതായത് ടാർഗറ്റ് കൺസ്യൂമേഴ്സിൽ മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാക്സിമം ഇമ്പാക്റ്റ്, അതായത് അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. ഇതെല്ലാമാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എലമെൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, അതിൻ്റെ എലമെൻ്റായിട്ടുള്ള അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്, ഇതെല്ലാം കൂടി ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പാക്റ്റ്, ടാർഗറ്റ് കൺസ്യൂമേഴ്സിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രാറ്റജി, ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ബെനഫിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ബെനിഫിറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. ഇറ്റ് ഇൻക്രീസസ് പ്രോഫിറ്റ്സ് ത്രൂ ഇൻക്രീസ്ഡ് ഇഫക്റ്റീവ്നെസ്. ദെൻ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ ആളുകൾ, ടാർഗറ്റഡ് കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുകയും അത് കൂടുതൽ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, ഇൻക്രീസ്ഡ് സെയിൽസ്. ഓട്ടോമാറ്റിക്കലി ആളുകൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ വെച്ചുകൊണ്ട് ആളുകളെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് മെസ്സേജ് കൊടുത്തു കഴിയുമ്പോൾ മോർ കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ ആവുകയും അവിടെ എന്ത് നടക്കുകയും ചെയ്യുന്നു? പർച്ചേസ് നടക്കുകയും ചെയ്യുന്നു. സോ ഇൻക്രീസ്ഡ് സെയിൽസ്. തേർഡ് വൺ, കൺസിസ്റ്റൻറ്റ് ആൻഡ് ക്രെഡിബിൾ മെസ്സേജ്. Integrated marketing communication also makes message more consistent and therefore more credible. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? റിലയബിൾ ആയിട്ടാണ് മെസ്സേജസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്രെഡിബിൾ ആയിരിക്കും, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, കൺസ്യൂമേഴ്സിന് വിശ്വസിക്കാവുന്ന മെസ്സേജസ് ആയിരിക്കും ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. Then fourth one, long-term relationship with customers. Consistent images and relevant useful messages help nurture long-term relationship with the customer. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻറ്റ് മെസ്സേജ് കൊടുക്കുന്നതിലൂടെ പ്രോഡക്റ്റിനെ കുറിച്ചും പ്രോഡക്റ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചും റെലവൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്നതിലൂടെ കസ്റ്റമറുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കുന്നു? മാർക്കറ്റർക്ക് സാധിക്കുന്നു. ദെൻ എലിമിനേറ്റ്സ് ഡ്യൂപ്ലിക്കേഷൻ. Integrated marketing communication eliminates duplication in areas such as graphics and photography because they can be shared and used in advertising, exhibitions and sales literature. In this way, integrated marketing communication saves money. അതായത് ഈ മെസ്സേജസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാഫിക്സ്, ഫോട്ടോഗ്രാഫി, അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ ഏത് സഹായിക്കുന്നു? ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. കാരണം ഇതെല്ലാം കൂടി ഈ അഡ്വർടൈസിങ്, എക്സിബിഷൻ, സെയിൽസ് ലിറ്ററേച്ചർ, അതെല്ലാം കൂടി ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ്ലി ഇൻ്ററാക്ടിവിറ്റി. Integrated marketing communication try to create interactivity in the sales and promotional messages through use of technology. ടെക്നോളജിയുടെ സഹായത്തോടു കൂടി സെയിൽസ് ആൻഡ് പ്രൊമോഷണൽ മെസ്സേജസ്
അത് ഒരു ഇൻറ്ററാക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു? ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ട്രൈ ചെയ്യുന്നു. അതായത് അതിലുപയോഗിക്കുന്ന സെയിൽസ് ആൻഡ് പ്രൊമോഷണൽ മെസ്സേജസിൽ എല്ലാം ഇൻ്റർലിങ്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിലെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, പ്രൈസ്, അതെല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ടൊരു മെസ്സേജ് എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ബാരിയേഴ്സ് ടു ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ, നോ സപ്പോർട്ട് ഫ്രം സീനിയർ മാനേജ്മെൻറ്റ്. It is very important for an organization who implements integrated marketing communication to have commitment from all levels of employees, including senior മാനേജ്മെൻറ്റ്. അല്ലേ, ഈ ഒരു സീനിയർ മാനേജ്മെൻറ്റ് അടക്കമുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് എന്തിനാവശ്യമാണ്? ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് ആവശ്യമാണ്. ദ ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഫ്രം സീനിയർ മാനേജ്മെൻറ്റ് കുഡ് ലീഡ് ടു ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ബീയിങ് ഡിനൈഡ് ഓഫ് റിസോഴ്സസ്. അതായത് ആ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല? അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് വൺ, കോൺഫ്ലിക്റ്റ് വിത്തിൻ ഓർഗനൈസേഷൻ. There may be staff resistance due to the nature of horizontal communication causing disagreement among staff. Staff may not perform their task and functions. This adversely affects the work environment. ഓർഗനൈസേഷനുള്ളിൽ എന്തുണ്ടാവാം? പ്രശ്നങ്ങളുണ്ടാവാം, അല്ലേ? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള, ഈ എംപ്ലോയീസ് തമ്മിലുള്ള ഡിസഗ്രിമെൻറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഓർഗനൈസേഷനിൽ എന്തുണ്ടാവാം? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. ആ കോൺഫ്ലിക്റ്റും ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയറാണ്. ദെൻ നെക്സ്റ്റ് വൺ, നോ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഐസൊലേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡാറ്റ ആൻഡ് ഈവൻ മാനേജേഴ്സ് ഫ്രം ഈച്ച് അതർ. ചില ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്തായിരിക്കും? പ്രോബ്ലംസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഡാറ്റ എക്സ്ചേഞ്ചോ മാനേജേഴ്സ് പോലും തമ്മിൽ എന്തുണ്ടായിരിക്കില്ല? ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല. ദെൻ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അതെന്തായിട്ട് വരുന്നു? ഒരു ബാരിയറായിട്ട് വരുന്നു. ദെൻ നെക്സ്റ്റ്, ടൈം ഹൊറിസോൺ. ദ ടൈം ഹൊറിസോൺ ഈസ് അനദർ ബാരിയർ ടു IMC. For example, image advertising designed to nurture the brand over long term may conflict with the short term advertising or sales promotion designed to boost quarterly സെയിൽസ്. അതായത് ഈ ക്വാർട്ടർലി സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തുണ്ടായിട്ടുണ്ടാവും? ഈ ഷോർട്ട് ടൈം അഡ്വർടൈസ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതേസമയം ഈ ഒരു ബ്രാൻഡ് കുറേ നാളത്തേക്ക് നമ്മൾ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലോങ് ടേം അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലോങ് ടേം അഡ്വർടൈസ്മെൻറ്റും ഷോർട്ട് ടേം അഡ്വർടൈസ്മെൻറ്റും അത് തമ്മിൽ, അതിൻ്റെ തീമുകൾ തമ്മിൽ അത് തമ്മിൽ എന്തുണ്ടാവാം? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ദെൻ ഫെയിലിയർ ടു ഡെവലപ്പ് എ ഗുഡ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. If the firm fails to develop a good marketing information system, IMC cannot be planned and implemented. ഒരു കറക്റ്റായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. These are the barriers to IMC. Then next one, role of marketing communication. എന്തൊക്കെയാണ് ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഈ ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷനുള്ള സമയത്ത് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ റോൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റോൾ ഇൻ ബിസിനസ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ടു ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസസ്. അത് ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഈ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റേഴ്സ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രസൻറ്റ് കസ്റ്റമർ ആൻഡ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ.
ഇപ്പോൾ നിലവിലുള്ള കസ്റ്റമറും ഭാവിയിൽ ഫ്യൂച്ചറിൽ നമ്മുടെ കസ്റ്റമർ ആകാൻ പോകുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമർക്കും ഈ പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് കൊടുക്കേണ്ടതുണ്ട്? ഇൻഫോർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഗീവ്സ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ക്വാളിറ്റി, പ്രൈസ്, ഫീച്ചേഴ്സ്, യൂസ് എക്സെട്ര ഓഫ് ദി product. Consumers have to select the product from a wide range of competing പ്രോഡക്റ്റ് അല്ലേ? ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ചും ക്വാളിറ്റിയെക്കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത്? ഇൻഫോം ചെയ്യുന്നത്. ആ ഒരു ഇൻഫോർമേഷൻ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ആയാലും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആയാലും ഈ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റിൽ നിന്നും ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് അവരുടെ സെയിൽസിനെയും പ്രോഫിറ്റിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The role of promotion in business may be summarized as first one, it helps to increase good image for the company. ആ ഒരു ബിസിനസ്സിന് ഒരു ഗുഡ് ഇമേജ് ഉണ്ടാക്കാൻ ഏത് സഹായിക്കുന്നു? ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ. ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ, ഒരു മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് കൂടുതൽ ആളുകൾ വാങ്ങുമ്പോഴാണ് അതിന് കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് പറയുന്നത്. മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസും പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് ബ്രാൻഡ് ലോയൽറ്റി. The customer become loyal to the brand if sufficiently advertised among the customer. കസ്റ്റമറുടെ ഇടയിൽ നന്നായി അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങുകയും കസ്റ്റമർ ആ പ്രോഡക്റ്റിനോട് ലോയലായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമർ ലോയൽറ്റി, ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോട് കസ്റ്റമർ ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഏത് സഹായിക്കുന്നു? ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ ലോങ് ടേം റിലേഷൻഷിപ്പ്, കസ്റ്റമറുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. ദീസ് ആർ ദി റോൾ പ്ലേഡ് ബൈ ദി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഇൻ ബിസിനസ്. ദെൻ സെക്കൻഡ് വൺ, റോൾ ഇൻ ഇക്കോണമി. Marketing communication provide employment to thousands of people. It create beneficial effects on other various categories of expenditure. Then അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഇറ്റ് ബ്രിങ്സ് ബോത്ത് ഇൻറ്റേർണൽ ഇക്കോണമീസ് ആൻഡ് എക്സ്റ്റേണൽ എക്കോണമീസ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഹയർ ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അത് ഇൻറ്റേർണൽ ഇക്കോണമീസും എക്സ്റ്റേണൽ എക്കോണമീസും എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇക്കോണമീസ് മീൻസ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും കമ്പനിക്ക് എന്തുണ്ടാവുന്നുണ്ട്? ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ദിസ് റെഡ്യൂസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ദെൻ അതേപോലെ തന്നെ ദിസ് മേക്ക് അവൈലബിൾ പ്രോഡക്റ്റ് അറ്റ് ലോവർ പ്രൈസ് ടു മോർ പീപ്പിൾ. ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് ലോവർ പ്രൈസിൽ അവൈലബിൾ ആകുന്നു. ദെൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പേജ് ഫോർ മെനി ഓഫ് എൻജോയബിൾ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സ് ഓഫ് കണ്ടംപററി ലൈഫ് ആസ് വെൽ ആസ് ലോവറിങ് പ്രോഡക്റ്റ് കോസ്റ്റ്. എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഇക്കോണമിക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, റോൾ ഇൻ സൊസൈറ്റി. People lives in a varied economy characterized by consumer segments with differing needs, wants and aspiration. അല്ലേ? ഓരോ ഇക്കോണമിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ദെൻ അവരെ ഈ കൺസ്യൂമേഴ്സിന് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റിലെയും കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ്, വോൺസ്, ആസ്പിരേഷൻ അതെല്ലാം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ്സ് ഫ്രീഡം ഓഫ് ചോയ്സ് ഫോർ ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഒരു ഫ്രീഡം കൊടുക്കുന്നു. അവർക്ക് അവരുടെ നീഡ്സും വോൺസും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് അവർക്ക് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്? സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആവുന്നത് ഏതിലൂടെയാണ്? ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്.
അപ്പോൾ അത് വെച്ചുകൊണ്ട് എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ കൺസ്യൂമർക്ക് അവരുടെ നീഡ്സും വോൺസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യാവുന്നതാണ്, സെലക്ട് ചെയ്യാവുന്നതാണ്. ഫർദർ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദി കമ്പനീസ് ടു അച്ചീവ് സോഷ്യലി ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്സ്. കമ്പനികളുടെ സോഷ്യലി ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഏത് സഹായിക്കുന്നു, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. ഏതൊക്കെയാണ് സോഷ്യലി ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്? സച്ച് ആസ് സ്റ്റോപ്പിംഗ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഫാമിലി പ്ലാനിംഗ്, ഫിസിക്കൽ ഫിറ്റ്നസ്, എലിമിനേഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡൗറി സിസ്റ്റം ആൻഡ് സോ ഓൺ. ഇങ്ങനെയുള്ള സോഷ്യൽ ഒബ്ജക്റ്റീവുകൾ ഈ പറയുന്ന അഡ്വർടൈസിങ് ക്യാമ്പയിനിലൂടെ ഈ ബിസിനസ് ഓർഗനൈസേഷനുകൾ എന്ത് ചെയ്യുന്നു, ആളുകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ സോഷ്യൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ദെൻ അപ്പോൾ അത് സൊസൈറ്റിയിൽ എന്തുണ്ടാക്കുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ, റോൾ ഇൻ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. Non-business organizations also recognize the importance of marketing communication. The government and their agencies spend a lot of money on advertisement for promoting desired behavior and their programs. Firstly, ഈ പറയുന്ന ഗവൺമെൻറ് ആൻഡ് റിലേറ്റഡ് ഏജൻസീസ് അവരുടെ പ്രോഗ്രാംസും അതേപോലെ തന്നെ ഡിസൈഡ് ബിഹേവിയറൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നു, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ റിലീജിയസ് ഓർഗനൈസേഷൻ ഹാവ് റിയലൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇൻ പ്രൊമോട്ടിംഗ് ദെയർ ഐഡിയാസ് ആൻഡ് പ്രോഗ്രാംസ്. റിലീജിയസ് ഓർഗനൈസേഷനും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ ഐഡിയാസും പ്രോഗ്രാംസും എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈവൻ ലേബർ ഓർഗനൈസേഷൻസ് ആർ യൂസിങ് പ്രൊമോഷണൽ ചാനൽ ടു മേക്ക് ദെയർ വ്യൂ പോയിൻറ്റ്സ് നോൺ ടു ദ പബ്ലിക് അറ്റ് ലാർജ്. ഈ ലേബർ ഓർഗനൈസേഷനും അവരുടെ വ്യൂ പോയിൻറ്റ്സ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് നോൺ ബിസിനസ് ഓർഗനൈസേഷനും എന്ത് യൂസ് ചെയ്യുന്നു, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നു. ദീസ് ആർ ദ റോൾ ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, താങ്ക് യു.